ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വന്ദന ഫ്രാൻസിസ്, പ്രീതി മേരി എന്നീ 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത സംഭവം വളരെയധികം വേദനാജനകമാണ്. അവർക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളൊന്നും തന്നെ വാസ്തവമല്ല. അവരെ അറസ്റ്റ് ചെയ്ത സംഭവം നീതിക്കായി നിരക്കാത്തതായിരുന്നു. ഒന്നാമതായിട്ട്, പരസ്യമായി എല്ലാവരുടെയും മുമ്പിലൂടെ റെയിൽ മാർഗം യാത്ര ചെയ്തിരുന്നവർ മനുഷ്യക്കടത്തുകാരായിരുന്നു എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് ചേരുന്നതല്ല. മനുഷ്യക്കടത്തുകാർ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ മറ്റുള്ളവരെ അറിയിക്കാതെയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, മതപരിവർത്തനം നടത്താനായി കൊണ്ടുപോയി എന്ന് പറയുന്നതിൽ യാതൊരു സത്യവുമില്ല. കാരണം കുട്ടികളെല്ലാം തന്നെ ക്രിസ്ത്യാനികളായിരുന്നു. അതുകൊണ്ട് തെറ്റായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇവരെ വിട്ടയച്ചു എന്നത് സന്തോഷകരമായ വാർത്തയാണ്. എങ്കിലും ഈ അറസ്റ്റ് ബാക്കിയാക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, പോലീസിന് മുഴുവൻ നോക്കുകുത്തികളാക്കിയിട്ടാണ് അവിടെ ഒരു കൂട്ടർ ഇവരെ പരസ്യമായി വിചാരണ ചെയ്തതും ഇവർക്കെതിരെ നടപടി എടുക്കാനായി പോലീസുകാരെ നിർബന്ധിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തി അറസ്റ്റിന് വിധേയരാക്കിയത്. ഇത് ജനാധിപത്യത്തിനും നീതിന്യായ വ്യവസ്ഥയ്ക്കും ഭരണഘടനയ്ക്കും വിരുദ്ധമാണ്. അങ്ങനെയെങ്കിൽ പിന്നെ പോലീസ് സേനയും അധികാരികളും ഇവിടെ എന്തിനാണ്? രണ്ടാമതായിട്ട്, ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആദിവാസി യുവാവിനെ അവർ വളരെയധികം ഉപദ്രവിച്ചു. വാസ്തവത്തിൽ ആ ആദിവാസി യുവാവിനെ ഉപദ്രവിക്കുക എന്നത് ഏറ്റവും വലിയ ക്രൂരതയല്ലേ? മനുഷ്യക്കടത്ത് നടത്തി എന്ന് പറയുന്ന അവർ തന്നെ ആ മനുഷ്യരെ ഉപദ്രവിക്കുകയും പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ഒട്ടും നീതിയുക്തമല്ലല്ലോ. ഈ ബെയിൽ കിട്ടിയതിന് ശേഷവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുള്ളത്, ഒരുപക്ഷെ ആ ആദിവാസി യുവാവിൻ്റെ കാര്യം വിസ്മരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വളരെയധികം നിന്ദനവും പരിഹാസവും ശാരീരികമായ ഉപദ്രവവും സഹിച്ച ആ യുവാവിന് നീതി ലഭിക്കണം. അതിനുവേണ്ടി മറ്റുള്ളവർ കൂടെ നിൽക്കേണ്ടതായിരിക്കുന്നു. പിന്നെ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് വഴിതെളിച്ച ജനക്കൂട്ടത്തിൻ്റെ നടപടി, പ്രത്യേകിച്ച് അതിനു മുന്നിൽ നിന്ന വ്യക്തിയുടെ നടപടി ചോദ്യം ചെയ്യപ്പെടേണ്ടതും അവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് ബെയിൽ കിട്ടിയതിൻ്റെ ആശ്വാസത്തിലായിരിക്കുമ്പോഴും ഈ അറസ്റ്റ് വഴി ഉണ്ടായ പല പ്രത്യാഘാതങ്ങളും ഇല്ലാതാകണമെങ്കിൽ ഈ ആദിവാസി യുവതികൾക്കും ആ യുവാവിനും നീതി കിട്ടുന്നതുവരെ നീതിക്ക് വേണ്ടി പോരാടേണ്ടിയിരിക്കുന്നു. സത്യമേവ ജയതേ എന്ന ഈ ദേശത്തിൻ്റെ സംസ്കാരമനുസരിച്ച് സത്യം പുറത്തു വരുന്നതുവരെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയും ആ അവശ്യ വിഭാഗത്തിൻ്റെ കൂടെ നിലനിൽക്കുകയും ചെയ്യേണ്ടത് ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമയാണ്. പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ പേരിൽ സഹിച്ചതുകൊണ്ട് ക്രൈസ്തവരായ എല്ലാവരും തന്നെ ഇവരുടെ കൂടെ നിൽക്കുകയും ഇവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്.